എതിര് ചെയ്യുന്നോലെയും കയറ്റി കൊടുക്കാൻ ഇവിടെ അനുവാദം കൊടുത്ത ഒരാളുണ്ട്. അതാരാ? റസൂലുള്ളാഹ് ഷഫീഅ. നമ്മൾ നബിയോട് പറയാൻ മാത്രം ഉണ്ടോ? നബിനോട് പറയാൻ മാത്രം ഉണ്ടോയെന്ന് ചോദിച്ചാൽ നമ്മൾ നബിക്കും അള്ളാഹുക്കും നബിക്കും എതിര് ചെയ്തവരല്ലേ? എതിര് ചെയ്തവരെന്നെ. പക്ഷേ ഒരാൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അധികാരം കൊടുത്തിട്ടുണ്ട്. എന്ത്? എത്ര ബടക്കാച്ചിയാണെങ്കിലും നിങ്ങൾ പറഞ്ഞാൽ ഞാനോനെ സ്വീകരിച്ചു ചോളാം എന്ന ഒരു അധികാരവും ഒരു അർഹതയും ഒരു ആനുകൂല്യവും ആർക്ക് കൊടുത്തിട്ടുണ്ട്? റസൂലുള്ളാഹിക്ക്. അപ്പോൾ റസൂലുള്ളാഹ് ഈ ലോകത്തും ശഫാഅത്ത് ചെയ്യും, പരലോകത്തും ശഫാഅത്ത് ചെയ്യും. ഈ ലോകത്തെ ശഫാഅത്ത് എന്താ? ഹിദായത്ത്. പരലോകത്തെ ശഫാഅത്തോ അള്ളാഹുവിൻ്റെ പൊരുത്തം. പൊരുത്തം കിട്ടിയ പിന്നെ എന്തു കിട്ടി? ഈ ലോകത്ത് കിട്ടേണ്ടത് എന്താ? ഈ ലോകത്ത് കിട്ടേണ്ട വലിയ കാര്യം എന്താ? ഈ ലോകത്ത് കിട്ടേണ്ട വലിയ കാര്യം എന്താ? ഹിദായത്ത്. പരലോകത്ത് കിട്ടേണ്ട വലിയ കാര്യം എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പൊരുത്തം. ശഫാഅത്ത് അതിൻ്റെ വസീലല്ലേ? ശഫാഅത്ത് മാധ്യമമാണ്. എന്തിന്? ഈ ലോകത്തും പരലോകത്തും വിജയിക്കാനുള്ള മാധ്യമമാണ് എന്ത്? ശഫാഅത്ത്. അപ്പോൾ വഷ്ഫഅൻ നബിയെ, താങ്കൾ എനിക്ക് ശഫാഅത്ത് ചെയ്യണം. ഏത്? ആജിലിൻ വ മുഅജ്ജലിൻ. ആജിലും മുഅജ്ജലും. ആജിൽ പറഞ്ഞാൽ ഈ ലോകത്തെ കാര്യം, മുഅജ്ജൽ പരലോകത്തെ കാര്യം. ഈ ലോകത്തും പരലോകത്തെ എനിക്ക് ശഫാഅത്ത് ചെയ്യണം. ഈ ലോകത്തെ കാര്യം എന്താ? ഹിദായത്ത് വാങ്ങിത്തരണം എന്ന് ചങ്ങാതി. പരലോകത്ത് റബ്ബിന്റെ പൊരുത്തം വാങ്ങിത്തരണം. ഇതാര് ചെയ്യണം? റസൂലുള്ളാഹ് ചെയ്യണം. കാരണം ഖിയാമത്ത് നാൾ വരെയുള്ള ആളുകളെ നന്നാക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? റസൂലുള്ളാഹിക്കാണ്. യത്ലു അലൈഹിം ആയാതിഹി വയുസക്കിഹിം. അന്നുള്ള ആളുകളെ മാത്രം ശുദ്ധീകരിക്കലല്ല നബിയുടെ ഉത്തരവാദിത്തം. തൻ്റെ മുന്നിലെത്തിയ ആളുകളെ ശുദ്ധീകരിക്കലല്ല നബിയുടെ ഉത്തരവാദിത്തം. എന്നെ ഒരു നിലക്ക് നബിയുടെ മുന്നിലെത്താത്ത ഒരാളും ഇല്ലല്ലോ. നബിയുടെ മുന്നിലെത്താത്ത ആളാരാ? ഇന്ന് നബിയുടെ മുന്നിലെത്തിക്കണോ അല്ലേ? ഇന്ന് നേരം വെളുത്തിട്ട് നബിയുടെ മുന്നിലാണോ അല്ലേ? എടാ, ഇന്ന് നേരം വെളുത്തിട്ട് നബിയുടെ മുന്നിലല്ലെങ്കിൽ എങ്ങനെയാ ചത്തയ്യാത്തോതിയ? എന്താണടെ ചങ്ങായി? നബിക്ക് ജീവിക്കാൻ മരിക്കുക എന്നുള്ള പ്രശ്നം റസൂലുള്ളാഹിക്ക് ഇല്ലട ചങ്ങായി. നബിയോട് ഇന്ന് നേരം വെളുത്തിട്ട് വർത്താനം പറഞ്ഞിട്ടില്ലേ? അപ്പം ഇപ്പം ആരാണ് നബിയുടെ നബിൻ്റെ മുന്നിലല്ലേ? നബിൻ്റെ മുന്നിലുള്ളവരെ മുഴുവനും ഹിദായത്തിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആരെ ഏൽപ്പിച്ചത്. അപ്പം ഇന്നും നബിൻ്റെ മുന്നിൽ എത്തിക്കണമല്ലോ. ഇന്ന് നേരം വെളുത്തിട്ട് എന്ത് പറഞ്ഞിട്ടുണ്ട്? അസ്സലാമു അലൈക്ക. നബി അങ്ങേക്ക് അസ്സലാമു അലൈക്ക, അലൈക്ക അസ്സലാമു അലൈക്ക അയ്യുഹൻ നബിയു. ഓ നബിയായിട്ടുള്ളവരെ, അങ്ങക്ക് ഞാനിതാ സലാം പറയുന്നു. അള്ളാഹുവിൻ്റെ റസൂലിന് സലാം ഉണ്ടാട്ടെ നല്ല ജിന്ന് നേരം വിളിച്ചിട്ട് പറഞ്ഞത്. ജിന്ന് നേരം വിളിച്ചത് എന്താ പറഞ്ഞു? നബിയേ പറയേ, അങ്ങേക്ക് അള്ളാഹുവിൻ്റെ സലാം ഉണ്ടായിരിക്കട്ടെ എന്നല്ലേ ഇന്ന് നേരം വിളിച്ചിട്ട് പറഞ്ഞത്. അപ്പൊ ആരെ മുന്നിലുണ്ട്? നബിയേ അങ്ങേക്ക് അസ്സലാമു അലൈക്ക, താങ്കൾക്ക്. നമ്മൾ എന്ത് ചെയ്യും? ഒരാൾക്ക് സലാം പറഞ്ഞു ആക്കാണെങ്കിൽ പറയും. അപ്പോൾ ഇന്ന് രാവിലെ നേരം വെളുത്തിട്ട് നമ്മളെ റഫീഖിൻ്റെ മകൻ കൈറോവിലേക്ക് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ആ കുട്ടിയുടെ വീട്ടിൽ പോയിട്ട് ദുആ ചെയ്തിട്ടാണ് ഞാനും മൂസക്കുട്ടിയും വരുന്നത്. അപ്പോൾ നമ്മളെ റഫീഖിൻ്റെ കുട്ടി പിന്നെ കൈറോക്ക് പഠിക്കാൻ പോവുക. അപ്പോൾ ഞാൻ ആ കുട്ടിയോട് ദുആ ചെയ്ത് ഇറങ്ങുമ്പോൾ എന്ത് പറഞ്ഞു? ഹുസൈൻ റളിയല്ലാഹു അൻഹു മഖ്ബറുണ്ട് അവിടെ, അവിടെ എൻ്റെ ഒരു സലാം പറയണേ എന്ന് പറഞ്ഞു. ഹുസൈൻ റളിയല്ലാഹു അൻഹു മഖ്ബറയിൽ എൻ്റെ സലാം പറയണേ എന്ന് പറഞ്ഞു. അതായത് നീ അവിടെ പോയിട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് സലാം പറയണേ എന്നാണ് പറഞ്ഞതിനർത്ഥം. അതേ സമയത്ത് നമ്മൾ രാവിലെ നമ്മൾ അത്തയ്യാത്തോതിയത് പഠിച്ചോനെ നബിക്കൊരു സലാം പറയണമെന്നാണോ? എന്ത് പറഞ്ഞു? എന്തേ നമ്മൾ രാവിലെ പറഞ്ഞത്? അസ്സലാമു അലൈക അയ്യുഹൻ നബിയു വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നല്ലേ പറഞ്ഞത്? നബിയേ അങ്ങേക്ക് അള്ളാഹുവിൻ്റെ സലാം ഉണ്ടാവട്ടെ. അപ്പം നമ്മൾ ആരെ മുന്നിലാ? റസൂലുള്ളാഹിൻ്റെ മുന്നിലാ. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ പറയില്ലല്ലോ. നമ്മളെ മുന്നിൽ നബി ഉണ്ട് എന്ന് പറയണ്ട, നബിൻ്റെ മുന്നിൽ നമ്മളുണ്ട് പറഞ്ഞാൽ അതാണ് അദബ്. ചിലർ പറയും നമ്മളെ മുന്നിൽ നബി ഉണ്ട്, അങ്ങനെയല്ല പറയേണ്ടത്. നബിയുടെ മുന്നിൽ നമ്മളുണ്ട്, അതാണല്ലോ അദബ്. നബിയുടെ മുന്നിൽ നമ്മളുണ്ട്. അങ്ങോട്ടുകൊണ്ട് പറഞ്ഞാലൊരു പോലെ, പക്ഷെ അദബ് ഇങ്ങനെ പറയില്ല. നമ്മളെ മുന്നിൽ നബി ഉണ്ട് എന്ന് പറയലല്ല അദബ്. പിന്നെന്താ അദബ്? നബിയുടെ മുന്നിൽ നമ്മളുണ്ട്. ഇതിനെ പഠിക്കുന്നത്
അപ്പം നിൻ്റെ ഈ ലോകത്തെ നന്നാക്കി തരേണ്ടത് ആരെന്നെയാണ്? കാരണം ജി റസൂലുള്ളാഹിന്റെ മുന്നിലുണ്ടല്ലോ. ഖിയാമത്ത് നാളെ വരെയുള്ള എല്ലാ മുഅ്മിനും ആരെ മുന്നിലുണ്ട്? റസൂലുള്ളാഹിന്റെ മുന്നിലുണ്ട് എന്ന് പറയും. ഖിയാമത്ത് നാളെ വരെയുള്ള എല്ലാ മുഅ്മിനുകളും റസൂലുള്ളാഹിന്റെ മുന്നിലുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അതാണ് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ഫി ആജിലിൻ വ മുഅജ്ജലിൻ, ഫി ആജിലിൻ ആജിലിൻ, ഈ ലോകത്ത് നന്നാക്കി തരണം. ഈ ലോകത്തെ ഏറ്റവും വലിയ നന്നാക്കൽ എന്താണ്? ഹിദായത്ത് വാങ്ങിത്തരിക. അല്ലാതെ റൗളിൽ പോയിട്ട് എൻ്റെ ആര്യൻ്റെയും പിന്നെ മീൻ കൂട്ടാത്തിൻ്റെയും വർത്താനമല്ല അവിടെ പറയേണ്ടത്. അവിടെ എൻ്റെ ബീസൻ്റെ കച്ചവടത്തിൻ്റെയും വർത്താനമല്ല പറയേണ്ടത്. അത് പറഞ്ഞൂടെ? അത് ലാസ്റ്റ് വേണമെങ്കിൽ പറയാം. നമുക്ക് പറഞ്ഞത് മനസ്സിലായോ? മകളും മകനും തമ്മിൽ ശരിയില്ല. നമ്മളെ മകളും മരുമോനും തമ്മിൽ ശരിയില്ല എന്ന് സങ്കല്പിക്കും. നമ്മളിപ്പോൾ ഓനോട് മക്കത്തെ ജോലിയാണ്. അപ്പോൾ നമ്മൾ ഓനും തമ്മിൽ വർത്താനം പറയാനിരിക്കുമ്പോൾ എനിക്ക് ഉമ്ര റിസൾട്ട് ഉണ്ടാക്കി കൊണ്ടാന്നല്ലല്ലോ ഓനോട് പറയാം. ഓനോട് എന്താ പറയുക? ജോള നല്ല എനിക്ക് നോക്കുകയാണെങ്കിൽ കൊണ്ടുപോയാൽ മതി. മദ്യം പറഞ്ഞ് വർത്താനം പറഞ്ഞ് അങ്ങോട്ട് പറഞ്ഞ് മണിക്കൂർ കണക്കിന് പറഞ്ഞ് ഓൻ്റെയും തമ്മിൽ മനസ്സിലാത്താക്കി. ഇനി വേണമെങ്കിൽ ഓണ സമയത്ത് എന്ത് വേണമെങ്കിൽ പറയാം. പിന്നെ വാപ്പാക്ക് ഉമ്രക്ക് വരാൻ ബോധ്യണ്ടായിരുന്നു, സൗകര്യം ചെയ്യുകയാണെങ്കിൽ ഞാൻ അന്ന് ഉമ്രക്ക് വന്നിരുന്നു, അത് പറയാം. അത് ലാസ്റ്റ് അത് കിട്ടിയാലും വേണ്ടില്ല, കിട്ടിയില്ലാലും വേണ്ടില്ല. ഇനി 10 ഉറുപ്പ്യ അല്ലെങ്കിലും ഉമ്രക്കൊക്കെ ഇടയ്ക്കൊക്കെ ആളുകളെ കൊണ്ടുപോകണമെങ്കിൽ നമ്മളെ നാട്ടിലുണ്ട്, ഓരോ കൊണ്ടേക്കോളും. അതോടെ വലിയ കാര്യമല്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുന്നിൽ നമ്മൾ പറയേണ്ടത് ഏറ്റവും വലിയ കാര്യമാണ്. അതെന്താണ്? ഹിദായത്താണ്. ഹിദായത്ത് നമ്മൾ ഒരു ദിവസം എന്ത് ചെയ്യുന്നുണ്ട്? 17 വട്ടം റബ്ബിൻ്റെ മുന്നിൽ പറയുന്നുണ്ട്. എന്നാലും നമുക്കതൊരു ഉറപ്പിട്ടില്ല. കാരണം നമ്മൾ അള്ളാഹിനോട് പറയാൻ മാത്രമൊന്നും ഇല്ല. കാരണം അള്ളാഹ്ക്കെതിര് ചെയ്യണമല്ല. അതേ സമയത്ത് എതിര് ചെയ്യുന്നോലെയും കയറ്റി കൊടുക്കാൻ ഇവിടെ അനുവാദം കൊടുത്ത ഒരാളുണ്ട്. അതാരാ? റസൂലുള്ളാഹ് ഷഫീഅ. നമ്മൾ നബിയോട് പറയാൻ മാത്രം ഉണ്ടോ? നബിനോട് പറയാൻ മാത്രം ഉണ്ടോയെന്ന് വെച്ചാൽ നമ്മൾ നബിക്കും അള്ളാഹുക്കും നബിക്കും എതിര് ചെയ്തവരല്ലേ? എതിര് ചെയ്തവരെന്നെ. പക്ഷേ ഒരാൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അധികാരം കൊടുത്തിട്ടുണ്ട്. എന്ത്? എത്ര ബടക്കാച്ചിയാണെങ്കിലും നിങ്ങൾ പറഞ്ഞാൽ ഞാനോനെ സ്വീകരിച്ചു ചോളാം എന്ന ഒരു അധികാരവും ഒരു അർഹതയും ഒരു ആനുകൂല്യവും ആർക്ക് കൊടുത്തിട്ടുണ്ട്? റസൂലുള്ളാഹിക്ക്. അപ്പോൾ റസൂലുള്ളാഹ് ഈ ലോകത്തും ശഫാഅത്ത് ചെയ്യും, പരലോകത്തും ശഫാഅത്ത് ചെയ്യും. ഈ ലോകത്തെ ശഫാഅത്ത് എന്താ? ഹിദായത്ത്. പരലോകത്തെ ശഫാഅത്തോ അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടിയ പിന്നെ എന്തു കിട്ടി? ഇനി നരകാണെങ്കിലും പ്രശ്നമില്ല. അള്ളാഹിൻ്റെ പൊരുത്തം കിട്ടിയ ഒരാൾ നരകത്ത് കിടങ്ങാത്ത നരകം കിട്ടുമോ? അള്ളാഹുവിൻ്റെ റിദ്വാനും മിനല്ലാഹി അക്ബർ. അള്ളാഹുവിൻ്റെ പൊരുത്തമാണ് വലുത്, സ്വർഗമല്ല. മനസ്സിലായില്ല? പൊരുത്തത്തിൻ്റെ ബൈ പ്രൊഡക്റ്റാണ് സ്വർഗം. പൊരുത്തം ഒരു വലിയ അതാണ് വലിയ സംഗതി. എന്തല്ല? സ്വർഗമല്ല. നീ പൊരുത്തം കിട്ടിയ ഒരാൾ നരകത്ത് ചാടിയാലും പ്രശ്നമില്ല, നരകണ് കിട്ടുമോ? എന്തുകൊണ്ട്? തീന് അള്ളാഹു പൊരുത്തപ്പെട്ട ഒരാളെ കരിക്കാനുള്ള അധികാരം ആർക്കില്ല, തീനില്ല. എന്നല്ല മുസ്തഫ നബി പറഞ്ഞില്ലേ, ഇന്നൽ മുഅദ്ദിനീന അത്വലുന്നാസി അഅനാഖൻ യൗമൽ ഖിയാമ ഫതിൽക ലുഹൂമുൻ ഹറമഹല്ലാഹു അലന്നാരി ലുഹൂമൽ മുഅദ്ദിനീൻ. ബാങ്ക് കൊടുക്കുന്നവരുടെ ഇറച്ചി അള്ളാഹു നരകത്തിന് ഹറാമാക്കിയിട്ടുണ്ട്. ഹയ്യ അലൽ സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ്. 12 കൊല്ലമാണെന്നൊരു അഭിപ്രായം, അതിൻ്റെ താഴെയുള്ള അഭിപ്രായമുണ്ട്. എന്തായാലും ഇഖ്ലാസോടുകൂടി ഒരാൾ അല്ലാഹു അക്ബർ എന്ന് ബാങ്ക് കൊടുക്കുകയാണ് എങ്കിൽ ആ മനുഷ്യൻ കാല് വഴുതി വീണാൽ പോലും കരിയില്ല. എന്തുകൊണ്ട്? ഇന്നല്ലാഹ ഹറമ അലന്നാരി ലുഹൂമൽ മുഅദ്ദിനീൻ. ബാങ്ക് കൊടുക്കുന്നവരുടെ ശരീരത്തിലെ മാംസം അല്ലാഹു നരകത്തിന് ഹറാമാണ്. ബാങ്ക് കൊടുക്കുന്നവരെ തടിമ തൊട്ട് പോകരുത് എന്ന് അള്ളാഹു നരകത്തെ പടച്ചോട്ട് പറഞ്ഞിട്ടുണ്ട്. എന്ത്? ബാങ്ക് കൊടുക്കുന്നവരെ തടിയിൽ തൊടരുതിട്ടാ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നരകത്തേക്ക് അയാൾ കാല് വീഴ്തി, സപ്പോസ് അങ്ങനെ വീഴുന്നല്ല, സപ്പോസ് ഇഖ്ലാസോടുകൂടി ബാങ്ക് കൊടുത്തിരുന്ന ഒരു മനുഷ്യന് വഴുതി വീണാൽ പോലും നരകം കിടുക എന്നല്ലാതെ ഇയാളെ രോമം കരിയില്ല. കാരണം നരകത്തിന് അതിനുള്ള അർഹത ഇല്ല എന്നതുപോലെ. അപ്പം ഏത് ബടക്കായ ആളെയാണെങ്കിലും ഈ ലോകത്തെ ഹിദായത്ത് വാങ്ങിക്കൊടുക്കാനുള്ള അർഹതയും പരലോകത്ത് അവർക്ക് അള്ളാഹിൻ്റെ പൊരുത്തം വാങ്ങിക്കൊടുക്കാനുള്ള അർഹതയും അള്ളാഹു ആർക്ക് കൊടുത്തിട്ടുണ്ട്? ഹബീബായ റസൂലുള്ളാഹിക്ക്. അതാണ് പറഞ്ഞത്.
فبرهام هذا العبد فيه تشفعا وفي صحبه في عاجل ومؤجل. فبرهام ഇബ്രാഹിം നിയാസിൽ കൗലാക്കി തങ്ങൾ തന്നെ പറ്റി പറയുകയാണ്. ഹാദൽ അബ്ദു, ഈ അടിമയായ ഇബ്രാഹിം ഫീഹി, ആ ഇബ്രാഹിമിൽ തശഫഅ, നബിയെ താങ്കൾ ഷഫാഅത്ത് ചെയ്യണം. വഫീ സഹ്ബിഹി, ഈ ഇബ്രാഹിമിൻ്റെ പിന്നാലെ കൂടിയവരിലും ആ പിന്നാലെ കൂടിയവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ. ഫി ആജിലിൻ, ഈ ലോകത്തും വ മുഅജ്ജിലിൻ, പരലോകത്തും. മനസ്സിലായില്ലേ? അള്ളാഹു തആല ഈ ലോകത്തെ പരലോകത്തെ നന്നാക്കി തരട്ടെ. പിന്നെ ഫബർഹാമു ഹാദൽ അബ്ദു ഫീഹി തശഫഅൻ, നബിയെ തങ്ങൾ ഫബർഹാമു ഹാദൽ അബ്ദു, ഈ അടിമയായ ഇബ്രാഹിം ഉണ്ടല്ലോ, ഫിഹി തശഫഅൻ, നബിയെ ആ ഇബ്രാഹിമിൽ താങ്കൾ ഷഫാഅത്ത് ചെയ്യണം. പിന്നെ ഫലം യർജു ഗൈറൽ മുസ്തഫാ മിൻ മുഅമ്മലി, ഫലം യർജു, ഈ ഇബ്രാഹിം ആഗ്രഹിച്ചിട്ടില്ല ഗൈറൽ മുസ്തഫ അല്ലാത്തൊരാളെ, മിൻ മുഅമ്മലിൻ, കൊതിക്കപ്പെടേണ്ടതിനാൽ ഒരു കൊതിക്കപ്പെടേണ്ട കൊതിയും എനിക്കില്ല. എൻ്റെ ആകെയുള്ള കൊതി ആര് മാത്രമാണ്? ഹബീബ നബിയാണ്. ഫലം യർജു ഗൈറൽ മുസ്തഫാ മിൻ മുഅമ്മലി, ഫലം യർജു, ഈ ഇബ്രാഹിം കൊതിച്ചിട്ടില്ല ഗൈറൽ മുസ്തഫ നബിയെ അല്ലാത്തൊരാളെയും ഇബ്രാഹിം കൊതിച്ചിട്ടേയില്ല. മിൻ മുഅമ്മലിൻ, കൊതിക്കപ്പെടേണ്ടതിൽ നിന്ന് വേറൊന്നിനെയും ഈ ഇബ്രാഹിം കൊതിച്ചിട്ടില്ല. എനിക്ക് ആകെ ആരെ കിട്ടിയാൽ മതി? നബിയെ നിങ്ങളെ കിട്ടിയാൽ മതി, എനിക്ക് നിങ്ങളെ കിട്ടിയാൽ മതി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ വസല്ലി അയാ മൗലായ മിഖ്ദാറ ഖദ്രിഹി അലാ മൻ അദാനി ലിൽ ജമീലിൽ മുജമ്മലി. വസല്ലി അയാ മൗലായ മിഖ്ദാറ ഖദ്രിഹി അലാ മൻ അദാനി ലിൽ കമീലിൽ മുകമ്മലി. വസല്ലി, സ്വലാത്ത് ചെയ്യണം അല്ലാഹുവേ, അയാ മൗലായ, എൻ്റെ നേതാവായ റബ്ബേ, എൻ്റെ റബ്ബ് അനുഗ്രഹം ചൊരിയണമേ. മിഖ്ദാർ, വസല്ലി അയാ മൗലായ, എൻ്റെ നബിക്ക് അനുഗ്രഹം ചൊരിയണമേ. മിഖ്ദാർ ഖദ്രിഹി, അവിടുത്തെ ഖദറിൻ്റെ അളവനുസരിച്ച്. മിഖ്ദാർ ഖദ്രിഹി, അവിടേക്ക് അങ്ങ് ആ നബിയെ, അല്ലാഹുവേ, എൻ്റെ നബിക്ക് അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള ആ മിഖ്ദാർ, അതിൻ്റെ അളവനുസരിച്ച്, ആ അളവ് എത്രയെന്ന് എനിക്ക് പറയാൻ പറ്റൂല, ആ അളവനുസരിച്ച് നീ ചെയ്തു കൊടുക്ക അല്ലാഹുവേ, എൻ്റെ റബ്ബ് ചെയ്തു കൊടുക്കണമേ. മിഖ്ദാർ ഖദ്രിഹി, അവിടുത്തെ സ്ഥാനത്തിന്റെ വലിപ്പമനുസരിച്ച്. സല്ലി അയാ മൗലായ മിഖ്ദാർ ഖദ്രിഹി അലാ മൻ ഹദാനി ലിൽ ജമീലിൽ മുജമ്മലി. അലാമൻ, ഒരാളുടെ മേൽ, ഹദാനി, ആ ആളെന്നെ നേർവഴിക്കാക്കി, ലിൽ ജമീലിൽ മുജമ്മലി, ഈ അഴകാക്കപ്പെട്ട അഴകിലേക്ക്, അതായത് പരിശുദ്ധ ഇസ്ലാമിലേക്ക്, പരിശുദ്ധ മാർഗത്തിലേക്ക്, തിജാനിയത്തിലേക്ക് എന്നും വെക്കാം. അദ്ദേഹം വലിയ തിജാനി നേതാവാണ്. വസല്ലി അയാ മൗലായ മിഖ്ദാറ ഖദ്രിഹി അലാ മൻ ഹദാനി ലിൽ ജമീലിൽ മുജമ്മലി. വസല്ലി അയാ മൗലായ മിഖ്ദാറ ഖദ്രിഹി അലാ മൻ ഹദാനി ലിൽ കമീലിൽ മുകമ്മലി. അലാ മൻ ഹദാനി, വസല്ലി അയാ മൗലായ, അനുഗ്രഹം ചൊരിയണമേ എൻ്റെ നബിയുടെ മേൽ. മിഖ്ദാറ ഖദ്രിഹി, അവിടുത്തെ ഖദറിൻ്റെ അളവനുസരിച്ച് ചെയ്യണം. അലാമൻ, ഒരാളുടെ മേൽ, അതായത് മുസ്തഫ നബിയുടെ മേലാണ്. വസല്ലി അയാ മൗലായ, അവിടുത്തെ ഖദറിൻ്റെ മഹത്വത്തിൻ്റെ അളവനുസരിച്ച് ചെയ്യണമേ. അലാമൻ, ഒരാളുടെ മേൽ, അതാനി, അയാളാണ് എനിക്ക് മാർഗം കാണിച്ചത്. ലിൽ കമീലി, ഈ പൂർണ്ണതയിലേക്ക്, അൽ മുകമ്മലി, പൂർണ്ണതയാക്കപ്പെട്ടതിൻ്റെ പൂർണ്ണതയിലേക്ക്, ഈ ഇസ്ലാമിയത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എനിക്ക് വഴി കാണിച്ചു തന്നത് ആ ആളാണ്. ആ ആൾക്ക് സലാത്ത് ചെയ്യണമേ, അനുഗ്രഹം ചൊരിയണമേ. ആ ആളാരാ? മുഹമ്മദ് മുസ്തഫ എന്ന്. ഈ അഴകാക്കപ്പെട്ട അഴകിലേക്ക്, ഈ പൂർണ്ണതയാക്കപ്പെട്ട പൂർണ്ണതയിലേക്ക്, ലിൽ ജമീലിൽ മുജമ്മലി, അഴകാക്കപ്പെട്ടതിൻ്റെ അഴക്. ഏതാണ് ഈ അഴകാക്കപ്പെട്ടത്? ഇസ്ലാമിയത്ത്, അതിൻ്റെ പൂർണ്ണതയിലേക്ക്. ലിൽ കമീലിൽ മുകമ്മലി, പൂർണ്ണതയാക്കപ്പെട്ടതിൻ്റെ പൂർണ്ണതയിലേക്ക്, അഴകാക്കപ്പെട്ടതിൻ്റെ അഴകിലേക്ക് എനിക്ക് വഴി കാണിച്ച ആളുടെ മേൽ. അതാരാണ്? ഈ ലോകത്തെ കോടാനക്കോടി മനുഷ്യർക്കും ഈ പൂർണ്ണതയിലേക്കും ഈ അഴകിലേക്കും വഴി കാണിച്ചത് ആര് തന്നെയാണ്? മുസ്തഫ നബിയാണ്. وآل وأصحاب كرام نماجد
വമൻ സലകു നഹ്ജൽ അമീനിൽ മുസമ്മിലി ആലിനും അല്ലാഹുവേ അനുഗ്രഹം ചൊരിയണം. വസഹാബിൻ അസ്ഹാബിൻ കിറാമിൻ ബഹുമാനികളായ അമാജിദിൻ ഏറ്റവും ഉന്നതന്മാരായ ഏറ്റവും വളർമ്മയെത്തിയവരായ വമൻ ഒരാൾക്കും നീ അനുഗ്രഹം ചൊരിയണമേ സലക്കു അവരെല്ലാം പ്രവേശിച്ചു നഹ്ജൽ അമീൻ അൽ അമീൻ്റെ മാർഗത്തിൽ അൽ മുസമ്മിലി മുസമ്മിൽ എന്ന് പരിശുദ്ധ ഖുർആൻ വാഴ്ത്തിയ മുസമ്മിൽ റസൂലുള്ളാഹിൻ്റെ പേരാണ് മുസമ്മിൽ. അൽ അമീൻ റസൂലുള്ളാഹിൻ്റെ പേരാണ്, അൽ മുസമ്മിലും റസൂലുള്ളാഹിൻ്റെ പേരാണ്. ഇവിടെ റസൂലുള്ളാഹിക്ക് ആലിൻ അവിടുത്തെ ആലിനും അസ്വഹാബിനും കിറാമിൻ ബഹുമാനികളായ മാജിദി വളർമ്മയെത്തിയവരായ വമൻ ഒരാൾക്കല്ല സലക്കു ആ ആളുകൾ പ്രവേശിച്ചു നഹ്ജൽ അമീനിൽ മുസമ്മിലി അൽ മുസമ്മിലും അല്ലമീനുമായ ആളുടെ മാർഗത്തിൽ ആരൊക്കെ ദുനിയാവിൽ പ്രവേശിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം അവിടുത്തെ നീ അനുഗ്രഹം ചൊരിയണമേ. അള്ളാഹു നമ്മളെയൊക്കെ കൂട്ടത്തിൽപ്പെടുത്തട്ടെ. അപ്പോൾ ഈ വമൻ സലക്കു എന്ന് പറഞ്ഞാൽ ആരൊക്കെ പെട്ടു? നമ്മളെ വാപ്പാര്, നമ്മളെ വല്യാപ്പാര്, ദുനിയാവിൽ കാര്യം കഴിഞ്ഞു പോയ എല്ലാ മുസ്ലിമീങ്ങളും അവരൊക്കെ അല്ലമീൻ്റെ മാർഗത്തിൽ പ്രവേശിച്ചവരാണ്. അള്ളാഹു തന്നെ നമ്മളെ ആ കൂട്ടത്തിൽപ്പെടുത്തട്ടെ. നീ ഖിയാമത്ത് നാൾ വരെ പ്രവേശിക്കാനുള്ളവർ അവരൊക്കെ അള്ളാഹു തന്നെ ഉൾപ്പെടുത്തി തരട്ടെ എന്ന് പുണ്യ റസൂൽ മുസ്തഫ തങ്ങൾ മാത്രമാണ് ഈ ഭരണമൊക്കെ. അതിനൊരു പരിധിയില്ല. സുബ്ഹാനല്ലാഹ്. ഒന്നും കൂടി ഒന്നും കൂടി ആദ്യം മുതലൊന്ന് നോക്ക്. ഹർഫുല്ലാമ വസിഖ്തു ബിറബ്ബിൻ ജാദലി ബിൽ മുഅമ്മലി وسراح طرفي في جمال المزمل وحسين ترسي بامتداح نبينا لكل فصيح من بليغ مزيل وسنيده بالصدق مقصور همتي بإنشاء مدح موصل لم يفصل وأوجزت لو وطنبت في حق سيدي فريد عديم شبه خيري مؤمل فبحر بسيط كامل المد وافر طويل باب مدح طه المفضل وحسين مدحا صح متنا مسلسلا لأحسان ممدوح وأفضل مرسل تواتر قطعا أن طه محمدا إمامي جميع الرسل خير مكمل وهو فاتح والختم أحمد ناصري هداني إلى ذاك الجمال المجمل وحب رب البيت أحمد سيدي وزينات روحي وهو كوفي وموئلي ومن ذا الذي يشفي من الحب وهو في أبي الكون والأرواح أجواد مجزلي ومن ذا الذي يشفي من الحب وهو في شفيع الورى طرا لدى كل معضل ومن ذا الذي يشفي من الحب وهو في حبيب إله العالمين المبجل له خطة لولاك سلطعت وشفعا تشفع فعمري ذاك أرفع منزلي وهذا لواء الحمد والفخر سيدا للآباء والأبناء أفضل موئلي فبرهام هذا العبد فيه تشفعا وفي صحبه في عاجل ومؤجل فبرهام هذا العبد فيه تشفعا فلم يرجو غير المصطفى من مؤمل وصلي يا مولاي مقدار قدره على من هداني للجميل المجمل وصلي يا مولاي مقدار قدره على من هداني للكميل المكمل وآل وصحاب كرام ماجد ومن سالكوا نهج الأمين المزمل سبحان الله الحمد لله الحمد لله ദത്രേന് 300 നമ്മൾ ഇൻഷാ അള്ളാഹ് നമ്മൾ ഇന്ന് 300 ഇൻഷാ അള്ളാഹ് നമ്മൾ ഇൻഷാ അള്ളാഹ് കക്കാടമ്പയിൽ റിസോർട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. അവിടെ നിന്നാണ് അതിൽ 85 ആളുകൾക്കാണ് ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 85 ആളുകൾ റബീഉൽ അവ്വലിലായിരിക്കും. എത്രയാണ് അതിൻ്റെ ഡേറ്റ്? 22, 23 ഇന്നായിട്ട് 23 ഔട്ടാവും. ശനി ഞായർ 22, 23 ആണ് പരിപാടി.
22-ാം തീയതി ശനിയാഴ്ച 2 മണിക്ക് ഇന്നായിട്ട് 23-ാം തീയതി ഉച്ചയോടുകൂടി പുറത്തേക്ക് വരും. അങ്ങനെയാണ്. അപ്പോൾ അതിൽ 85 ആളുകൾക്ക് സീറ്റുള്ളൂ. ബാക്കി സോഷ്യൽ മീഡിയയിൽ കാണാൻ അത്രയേ ഉള്ളൂ. 22-ാം തീയതി കയറി ശനിയാഴ്ച അതിൽ പ്രവേശിച്ച് 23-ാം തീയതി പുറത്തു വരും. അതിനിടയിൽ റബീഉൽ അവ്വലുമാണ്. വിവിധങ്ങളായ മദ്ഹിൻ്റെ പരിപാടികളും ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അപ്പോൾ പെർ ഹെഡ് 2000 ഉറുപ്പിക കൊടുക്കണം. 22-ാം തീയതി 2 മണിക്ക് അവിടെ ഇന്നാകണം. അതിനനുസരിച്ച് വീട്ടിൽ നിന്ന് പുറപ്പെട്ട് പോരണം. ശനിയാഴ്ച റബീഉൽ അവ്വലിൽ ആദ്യത്തെ ശനിയാഴ്ച ആയിരിക്കും അത്, അല്ലേ? ഞായറാഴ്ച പുറത്തു പോകും. ആഗസ്റ്റ് 22-ന് ഇന്നായി. ആഗസ്റ്റ് 23 ഞായറാഴ്ച ഉച്ചയോടുകൂടെ ഔട്ടാവും. അതിനിടയിൽ നമ്മൾ വിവിധങ്ങളായ പരിപാടികൾ നടത്തും. റസൂലുള്ളാഹിന്റെ മദ്ഹ് ഗീതങ്ങൾ, അതോടനുബന്ധിച്ചുള്ള മറ്റ് പല പരിപാടികൾ, അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ പഠിക്കേണ്ട വിവിധങ്ങളായ പാഠങ്ങൾ നമ്മൾ പഠിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഒരുപാട് വിവിധങ്ങളായ വിഷയങ്ങളിൽ റസൂലുള്ളാഹിയുടെ ആരോഗ്യം, റസൂലുള്ളാഹിന്റെ ശരീരം, റസൂലുള്ളാഹിന്റെ മറ്റു നീതി, ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തമായ വിഷയങ്ങളാണ് പഠിക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് തരട്ടെ. റബീഉൽ അവ്വൽ ആയതുകൊണ്ട് ഒക്കെ റസൂലുള്ളാഹിന്റെ വിഷയങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാനവികത, റസൂലുള്ളാഹിന്റെ നീതി, റസൂലുള്ളാഹി അതിലെല്ലാം ഉണ്ടാവും. നമ്മൾ മറ്റുള്ളവരുടെ റസൂലുള്ളാഹിന്റെ കുടുംബജീവിതം, ഭാര്യമാരോട് റസൂലുള്ള പെരുമാറിയത്, അങ്ങനെ ഇങ്ങനെ പലതും പഠിക്കാനുണ്ടാവും. അപ്പോൾ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വലിയ പാടുണ്ട്. അങ്ങനെ റസൂലുള്ളാഹിന്റെ ഭാര്യമാർ റസൂലുള്ളാഹിനോട് പെരുമാറിയത്, റസൂലുള്ളാഹിന്റെ ഭാര്യമാരോട് പെരുമാറിയത്, റസൂലുള്ളാഹി അയൽക്കാരോട് പെരുമാറിയത്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ആ ഒരു ദിവസം നമ്മൾ റസൂലുള്ളാഹിനെ പഠിക്കാം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അതിന് ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 85 ആളുകൾക്ക് ചാൻസ് ഉള്ളൂ. റിസോർട്ട് സൗകര്യങ്ങളൊക്കെ അതിനപ്പുറത്തേക്ക് കഴിയൂല. അപ്പോൾ എത്രയും പെട്ടെന്ന് അതിൻ്റെ പൈസ കൊടുത്ത് രജിസ്റ്റർ ചെയ്യണം. ഫാമിലി ആണെങ്കിൽ പറയണം എന്നെല്ലാവരോടും അറിയിക്കുന്നു. ഡേറ്റ് മാറ്റാൻ കഴിയൂല. എന്തുകൊണ്ടെന്നാൽ ഡേറ്റ് മാറ്റാൻ പറ്റാത്തൊരു പ്രശ്നം. ഡേറ്റ് മാറ്റണമെന്ന് ചില ആളുകൾ എന്നോട് പറയുന്നത് കഴിയൂല. എന്തുകൊണ്ടെന്നാൽ അത് കഴിഞ്ഞ് 2-ാം ദിവസമായ പിന്നെ എന്തായി? റബീഉൽ അവ്വൽ 12 റബീഉൽ അവ്വൽ 12 കഴിഞ്ഞാൽ പിന്നെ മഹല്ലൊക്കെ തിരക്കായിരിക്കും. അത് ലാസ്റ്റ് വരെ തിരക്കാവും. അതേത് സമയത്ത് 1 മുതൽ 12 വരെ തിരക്കുണ്ടാവില്ല. ഇത് റബീഉൽ അവ്വൽ 10-നാണ്, അല്ലേ? 10-നോ അല്ലേ? 10-നല്ലേ? അത് 9-ന് 10-ന് 9-10 12-ന് മുമ്പാണ്. 9-10 12-ന് മുമ്പാണ്. 12 കഴിഞ്ഞാൽ പിന്നെ മഹല്ലൊക്കെ തിരക്കാം, എന്തിരക്കാം. അപ്പോൾ അതുകൊണ്ട് ഡേറ്റ് മാറ്റാൻ കഴിയില്ല. അങ്ങനെ തിരിച്ചു മറിച്ച് നോക്കിയിട്ട് ഉറപ്പിച്ച ഡേറ്റാണ്. ഡേറ്റ് മാറ്റാൻ കഴിയില്ല. ഞാൻ ഡേറ്റ് ഉറപ്പിച്ച് നമ്മൾ മാറാറുണ്ട്. ഡേറ്റ് മാറ്റാൻ കഴിയില്ല. അതിലെല്ലാവരും പങ്കെടുക്കണം. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആർക്കൊക്കെ രജിസ്റ്റർ ചെയ്യണം അവർക്കൊക്കെ കയറാം. അതിലൊരുപാട് ഹബീബ റസൂലുള്ളാഹിനെ പറ്റി നല്ല പാട്ടുകൾ, അതൊക്കെ റസൂലുള്ളാഹിനെ പറ്റി നല്ല പാട്ടുകൾ, ഇൻഷാ അല്ലാഹ് നല്ല പാട്ടുകൾ, റസൂലുള്ളാഹിനെ പറ്റിയുള്ള നല്ല നല്ല മദ്ഹിൻ്റെ പാട്ടുകൾ, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യ റസൂൽ മുസ്തഫ തങ്ങളെ പറ്റിയുള്ള പാട്ടുകൾ, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതൊക്കെ ഉൾപ്പെട്ട മഹത്തായ പരിപാടി, ഇൻഷാ അല്ലാഹ്. അപ്പം അതിലൊക്കെ ഭാര്യമാരെയും കൊണ്ടുവരാം. അപ്പം അതൊക്കെ നേരത്തെ തന്നെ പറയണം. നേരത്തെ തന്നെ എല്ലാവരും പറയണം. ഭാര്യമാരെ കൊണ്ടുവരാം. എല്ലാവരും വലിയ എൻജോയ്ക്ക് സമയമുണ്ടാവും. റിസോർട്ടാകുമ്പോൾ അങ്ങനെയൊക്കെ നല്ല വ്യൂ ഉള്ള നല്ല മനോഹരമായ റിസോർട്ടാണ്. അപ്പോൾ എല്ലാവരും പങ്കെടുക്കണം. കഴിയുന്നത്ര ആളുകൾ അതിൽ പങ്കെടുക്കണം. എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യണം. വേഗം രജിസ്റ്റർ ചെയ്യണം. കാരണം താമസിക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് പിന്നെ സീറ്റ് കിട്ടില്ല. പിന്നെ എന്നോട് പറയരുത് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ആ കാര്യം ഞാൻ എല്ലാവരെയും ഉണർത്തുന്നു. ഈ വരുന്ന ഓഗസ്റ്റ് 22-ാം തീയതി ശനിയാഴ്ചയും ഞായറാഴ്ചയും, ശനിയാഴ്ച ഉച്ചക്ക് അവിടെ കയറണം, ഞായറാഴ്ച ഉച്ചക്ക് ഔട്ടാവും. അതാണ് നമ്മുടെ വിഷയം. ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമ്മളെ സഹായിക്കട്ടെ.